ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമെന്ന പിതാവ് കെ.സി. ഉണ്ണി. കൊലപാതകത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയെന്നും പിതാവ് മാധ്യമങ്ങളോട്. ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ ഡ്രൈവർ അർജുൻ തന്നെയാണെന്നും ആവർത്തിച്ചു ഉണ്ണി. പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമയുടെ കയ്യിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത കേസിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് കെ.സി. ഉണ്ണിയുടെ പ്രതികരണം. പിന്നെ അതവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. കാരണം അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. കാരണം ഈ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ അർജുനെ പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമയെ കാർ ഇടിച്ച് തള്ളിയിട്ടതിന് ശേഷം സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്തത്. മാത്രവുമല്ല, ബാലഭാസ്കർ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഡ്രൈവറായിരുന്നു അർജുൻ. അന്ന് തന്നെ അർജുനെതിരെ ചില സംശയങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. അന്ന് ബാലഭാസ്കറിന്റെ പിതാവ് ഉന്നയിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണല്ലേ. കാരണം സ്വർണ്ണക്കടത്ത് മാഫിയ തന്നെയാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ബാലഭാസ്കറിൻ്റെത് ഒരു അപകട മരണമായിരുന്നില്ല, അത് കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ് എന്ന് തന്നെയാണോ അദ്ദേഹം പറയുന്നത്? ദേവിക, ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും കെ.സി. ഉണ്ണി ആവർത്തിക്കുന്നത്, ബാലഭാസ്കറിന്റെ പിതാവ് ആവർത്തിക്കുന്നത്. അതായത് ആ സമയവും മരണസമയത്തും മരണത്തിന് ശേഷവും എല്ലാം ഈ അപകടമല്ല, കൊലപാതകമാണെന്ന് തന്നെയായിരുന്നു കുടുംബം ആരോപിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് വീണ്ടും ഇപ്പോഴും ഈ പറയുന്നത്. അതിന്റെ സാഹചര്യത്തിൽ മാത്രമാണ് മാറ്റമെന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നതിന്റെ അടിസ്ഥാനം പറയുന്നത് ഈ ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ സ്വർണ്ണക്കേസിൽ പിടിയിലായതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടത്. മാധ്യമങ്ങളെ കണ്ടപ്പോഴും തന്റെ മുൻവാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ സ്വർണ്ണക്കടത്തിലെ കേസുമായി ബന്ധപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട സംഘങ്ങളാണ് തന്റെ മകനെ കൊലപ്പെടുത്തിയത് എന്ന് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ കേസിന്റെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയത് ഇല്ലെന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങളിലേക്ക് കടക്കാതെ ഒരു അപകടമെന്ന നിലയിലേക്ക് കേസ് അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് എത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമുണ്ടായ അന്വേഷണവും തുടർന്നുണ്ടായ CBI അന്വേഷണവും എല്ലാം ഇത്തരത്തിൽ ഇതിന്റെ മെറിറ്റിലേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് കടന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് കൊണ്ട് ഒരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നു. ഇതിന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളടക്കമുള്ളവർ സ്വാധീനം ചെലുത്തിയതിന്റെ കൂടി ഫലമായിട്ടാണ് ഇത്തരത്തിൽ കേസിൽ ഈ വിഷയങ്ങളൊന്നും അറിയാതെ പോയത്, അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നും കണ്ടെത്താതെ പോയത് എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അർജുനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ തന്നെ ഗുരുതരമായ ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെയും പല കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് ഈ അർജുൻ എന്നാണ് കുടുംബം പറയുന്നത്, കെ.സി. ഉണ്ണി പിതാവ് പറയുന്നത്. മറ്റ് പല കേസുകളിലും അദ്ദേഹം ഈ അർജുന് പ്രതിയായിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു ആയിരുന്നു അർജുൻ. എന്നാൽ അത് തങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. അതെല്ലാം അറിയുന്നത് ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷമാണ് പല കാര്യങ്ങളും അറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാലഭാസ്കറിന്റെ ഭാര്യയുമായും ഇപ്പോൾ ഭാര്യയും തങ്ങളോടൊപ്പം സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ കുടുംബവുമായി സഹകരിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എന്തായാലും ഈ ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ഒരു കാലത്തിന് ശേഷം, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അത് സജീവ ചർച്ചയായി വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ബാലഭാസ്കറിന്റെ ഒരു ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുകൾ, അല്ലെങ്കിൽ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അർജുൻ മുമ്പ് കവർക്കിച്ച കേസിലെ പ്രതികളാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികളുടെ പേരും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റു സംഘമായ തമ്പി, വിഷ്ണു അടക്കമുള്ള ആളുകളും ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവർക്കും പങ്കുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള നേരത്തെ പറഞ്ഞ പ്രതികളെല്ലാം കേസിൽ മറ്റു പല കേസുകളിലും പ്രതിയാക്കപ്പെട്ടിട്ടുള്ളവരാണെന്ന് അടക്കമുള്ള കാര്യങ്ങളും എന്തായാലും അദ്ദേഹം ഈ കെ.സി. ഉണ്ണി, ബാലഭാസ്കറിന്റെ അച്ഛൻ, ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവിക, ശരി, അത് തന്നെയാണ്. ഗുരുതര ആരോപണങ്ങളാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി നടത്തിയിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ടെന്നും ബാലഭാസ്കറിന്റെ മരണം കൊലപാതകമാണോ എന്നുമാണ് അദ്ദേഹം പറയുന്നത്.